ഓം സൽഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സജ്ജനങ്ങളെ, ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഒരു അവതാര ദിനം കൂടി ഈ വരുന്ന ഏപ്രിൽ 17 സമാഗതമാവുകയാണ്. പൂജനീയ ഗുരുനാഥൻ ജഗൽഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ രാമധർമ്മത്തെ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ രാമോ വിഗ്രഹാൻ ധർമ്മ, സനാതനധർമ്മത്തിൻ്റെ മൂർത്തിസ്വരൂപമായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ എല്ലാ ജനഹൃദയങ്ങളിലും എത്തിക്കുവാനും ആ ധർമ്മസന്ദേശം നൽകുവാനും പരിപോഷിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടി പൂജനീയ ഗുരുനാഥൻ ജഗൽഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങൾ 1991 തുടങ്ങിയതാണ് വടക്കേറ്റത്തെ പഴയ കേരളത്തിൻ്റെ മൂകാംബിക തൊട്ട് കന്യാകുമാരി വരെയുള്ള രഥയാത്ര. കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം തന്നെ വളരെ വിപുലമായി ഭംഗിയായി ഭക്തജനങ്ങളുടെ സജ്ജനങ്ങളുടെ രാമധർമ്മ സനാതന വിശ്വാസികളുടെ സഹകരണം കൊണ്ട് ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഈ കൊല്ലം മാർച്ച് 22 മൂകാംബികയിൽ നിന്ന് ദീപം കൊളുത്തുന്നത്. അങ്ങനെ ദീപം കൊളുത്തി പരിക്രമണത്തിലുള്ള രഥം ആശ്രമത്തിൽ തയ്യാറായിട്ടുണ്ട്. 19 രാവിലെ അതിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തി നേരെ തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി നാളികേരമുടച്ച് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മൂകാംബികയിലേക്ക് തിരിക്കും. 22 രാവിലെ മൂകാംബികയിൽ നിന്ന് ദിവ്യജ്യോതിസ് കൊളുത്തി രഥത്തിൽ സ്ഥാപിച്ച് തെക്കൻ കർണാടക ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിക്രമണം ചെയ്ത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ധർമ്മ പ്രഭാഷണങ്ങളും പ്രചരണങ്ങളും നടത്തി കന്യാകുമാരിയിൽ ചെന്ന് ദർശനം നടത്തി സാഗര പൂജയും കഴിഞ്ഞ് അനന്തപുരിയിലെ രാമായണ കാണ്ഡങ്ങൾ പരിക്രമണം ചെയ്ത് ആശ്രമത്തിൽ എത്തിച്ചേരും. ശ്രീരാമ ദിവസമായ ഏപ്രിൽ 17 പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നടയിൽ നിന്നും ആരംഭിക്കുന്ന പാതുക ഘോഷയാത്ര പാളയം ഹനുമൽ ക്ഷേത്രത്തിലെത്തി പാതുക സമർപ്പണം നടത്തി തിരിച്ച് ആ രഥവും ഘോഷയാത്രയും കൂടി ചെങ്കോട്ടുണ്ണം ശ്രീരാമദാസ് ആശ്രമത്തിലെത്തി ഇവിടെ വന്ന് ചപ്രാഭിഷേകം കഴിഞ്ഞ് സമർപ്പിക്കുന്നതാണ്. മാർച്ച് 22 തുടങ്ങുന്ന രഥയാത്രയിൽ കേരളത്തിലെ എല്ലാ ധർമ്മവിശ്വാസികളും സനാതന ധർമ്മവിശ്വാസികളും പ്രവർത്തകരും ഇതിനെ സ്വീകരിച്ചും പോഷിപ്പിച്ചും പരമാവധി സഹകരിച്ച് വിജയപ്രദമാക്കി തരണമെന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പൂജനീയ ഗുരുനാഥൻ ഈ രഥയാത്ര തുടങ്ങാൻ കാരണം അദ്ദേഹം ഒരിക്കൽ അയോധ്യയിൽ പോയപ്പോൾ കണ്ട ഒരു ദയനീയ കാഴ്ച മനസ്സിൽ വെച്ചുകൊണ്ട് ആ രാമക്ഷേത്രമഠം ഉയരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും സങ്കല്പിച്ചുമാണ് ഈ രഥയാത്ര ആരംഭിച്ചത്. ഏതായാലും സശരീരനായ സ്വാമിജി ഇല്ലെങ്കിലും ആ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയായി കഴിഞ്ഞ ജനുവരി 22 സാധ്യമായി. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗുരുക്കന്മാരുടെ സങ്കല്പം ഒരിക്കലും പിഴയ്ക്കില്ല, തെറ്റില്ല എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ആ പ്രാണപ്രതിഷ്ഠ. ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റിൻ്റെ കേരളത്തിലെ ഒരു അംഗമായിരുന്നു സംപൂജ്യ സ്വാമിജി. ആ സ്വാമിജിയുടെ സങ്കല്പം സഫലമായി. എങ്കിലും ആ രാമധർമ്മം എന്നും പ്രചരിക്കണം, പോഷിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഈ രഥയാത്ര ഞങ്ങൾ ആ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി, ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി, സജ്ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും സർവാത്മന ഈ രഥയാത്ര വിജയപ്രദമാകാൻ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ സീതാറാം.